കൂട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് MCBക്ക് കാര്യങ്ങൾ ഒറ്റിക്കൊടുത്ത കുറുക്കനെ ലിയോ കണ്ടുപിടിച്ചു. എന്താ പറ? എന്ത് പുല്ല് പ്രശ്നമാണെങ്കിലും വണ്ടി നിർത്തിയിട്ട് എന്തിനാണ് സംസാരിച്ചത്? അത്രയും ടൺ ചരക്ക് നിർത്തി വെച്ചിട്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാം വിളിച്ചു വെച്ച് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരാ ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയത്? ചെന്ന് ഡാനിയലിനോട് ചോദിക്ക്. അവനല്ലേ എന്ത് പറഞ്ഞാൽ ലിയോനോട് വരാൻ പറ. എനിക്ക് സെറ്റിൽ ചെയ്യാൻ ഒരുപാടുണ്ട്. അവൻ ഇങ്ങോട്ട് വരാതെ ഈ ചരക്ക് ഒരടി പോലെ ആണെങ്കിലും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. അവൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് കൂട്ടുകാരനൊക്കെ വെച്ചിരിക്കല്ലേ. എവിടെയോടെ അവൻ? നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നോട് നിനക്കിപ്പോ എന്താ പ്രശ്നം? എനിക്ക് അവൻ തന്നെയാടാ പ്രശ്നം. ഇന്നലെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് അവനായിരുന്നു. എനിക്ക് ഈ നാരിയുടെ കീഴേ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ചരക്കങ്ങ് ഞാൻ നിർത്തി വെക്കുള്ളൂ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്റെ പുറകെ അവൻ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. വന്നാൽ ചരക്ക് ഡിസ്പോസ് ആവില്ല. ചോദിച്ചു വാങ്ങിയതാ നീ അല്ലേ? എനിക്ക് ഏറ്റവും വലുത് ചരക്കല്ലാതെ ചങ്ങാതിയും കുന്നതും എനിക്ക് പ്രശ്നമല്ല. നീ എന്ത് പറഞ്ഞാലും ചെയ്തോളാം. എടാ കത്തി മാറ്റടാ. നീ ഇനി തോക്ക് ഇങ്ങോട്ട് തിരിക്കും. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് താഴോട്ട് ഇങ്ങോട്ട് വാ. ജെയിംസ് സിനിമ കണ്ടിട്ടുണ്ടോ? പ്രശാന്ത് ഡബിൾ റോളിൽ അഭിനയിച്ച ആ സിനിമയല്ലേ? അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനകത്ത് 2 ആണുങ്ങളാ, ഇതിനകത്ത് ഒരാണും ഒരു പെണ്ണും. ലിയോ, ഈ രാത്രിക്കുള്ളിൽ 2000 കിലോ ഡെത്തുറയെ ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന അത്ര എളുപ്പമല്ല. നമ്മുടെ ആളുകൾ എവിടെ കണ്ടുകഴിഞ്ഞാലും നായ കൊല്ലുന്ന പോലെ കൊല്ലുക. ഇതെല്ലാം കൂടി രാത്രി കടത്തുന്നത് റിസ്ക്കാ. പറ, എന്താ ചെയ്യണ്ടേ? ആര് തടഞ്ഞാലും പറ്റില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി എത്ര റിസ്ക് എടുത്താലും ആ 2000 കിലോ ഡെത്തുറ 2 ഇന്റർസ്റ്റേറ്റ് ബോർഡറും കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയി ഇറക്കി കാണിക്കാമെന്ന് പറഞ്ഞു ലിയോ. 2000 കിലോ ഡെത്തുറ. അപ്പോഴേ അതിന്റെ മതിപ്പ് പല കോടികളായിരുന്നു. അവൻ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു. അച്ഛന് വേണ്ടി അവൻ ഒന്നും ആലോചിക്കാതെ ഇറങ്ങി ചെയ്ത ജോലിയായിരുന്നു അത്.